ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ്. എല്ലാവരും വീഡിയോസ് കാണണം, അതുപോലെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചക്കക്കുരു വറുത്തരച്ച കറിയായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഇറച്ചിക്കറി പോലും മാറി നിൽക്കുന്ന ടേസ്റ്റാണ് ചക്കക്കുരു വറുത്തരച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ കുറച്ച് ചക്കക്കുരുവൊക്കെ ചിരണ്ടി വട്ടത്തിലരിഞ്ഞ് കുക്കറിൻ്റെ അകത്തെടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമ്മളിനി അത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ തേങ്ങ വറുത്തരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ തേങ്ങ വറക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി, ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അത് അതിൻ്റെ നിറമൊക്കെ മാറി നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. പകുതി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഏകദേശം പകുതി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ചേർത്താൽ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ന് ഗരം മസാല ഇല്ലായിരുന്നു, പൊടിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലേശം മീറ്റ് മസാല ഇട്ട് നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് പാകത്തിനാക്കി എടുത്തു. ഇത് ഇപ്പോൾ നമ്മുടെ പാകത്തിനാക്കി. ഇനി അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കില്ല കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് പോയി. അപ്പം ചക്കക്കുരു നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വറുത്തരച്ച് ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പ്രത്യേകിച്ച് കടുക് കാര്യങ്ങളൊന്നും വറുത്തിട്ടില്ല. നമ്മൾ കറിവേപ്പില ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ കുഞ്ഞ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, പുതിയ ചാനലാണ്, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വ്യൂസ് കുറവാണ്. വീഡിയോ കാണുന്നവർ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.